പിന്നെ അല്ലേ നമുക്കൊരു പെട്ടെന്ന് വെക്കാൻ പറ്റിയ ഒരു പാവക്ക പച്ചടി വെച്ചാലോ. ഇത് പാവക്ക ഉണക്കിയതാണ്. എൻ്റെ അമ്മ എനിക്ക് പാവക്ക ഉണക്കി തരും. വെയിലുള്ളപ്പോൾ ഉണക്കി വെക്കും. അപ്പം മറ്റേ അതിൽ വറുക്കാനായിട്ട് എളുപ്പത്തിൽ വേഗം വറുത്തെടുക്കുക. ഇതാകുമ്പോൾ ഇച്ചിരി കൂടി വേഗം വെക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് പാവക്ക പച്ചടി വെക്കണത്. നിങ്ങളിത് നോക്കണോട്ടോ, ഇങ്ങനെ ചെയ്ത് നോക്കേ. അപ്പോൾ പെട്ടെന്ന് ഇത് വറുത്ത് കോരിയെടുക്കാം. മറ്റേതൊക്കെ ആകുമ്പോൾ നമ്മൾ അരിഞ്ഞ് വറുക്കാനായിട്ട് കുറേ നേരം എണ്ണയിൽ കിടന്ന് മൊരിയണമല്ലോ. പക്ഷെ നമ്മൾ ഈ ഉണക്കി വെച്ചേക്കണോണ്ട് പെട്ടെന്ന് വറുത്തെടുക്കാം. നമ്മൾ ഉണക്കുമ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ഉണക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് കൊണ്ടാട്ടമായിട്ടും യൂസ് ചെയ്യാമല്ലോ, പാവക്ക കൊണ്ടാട്ടമായിട്ടും. പിന്നെ പച്ചടി വെക്കാൻ ഏറ്റവും എളുപ്പം ഇതാ. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാറ്. പാവക്ക വറുത്ത് കഴിഞ്ഞപ്പോൾ മുളകില്ല. അപ്പം നമ്മുടെ പറമ്പിൽ മുളകുണ്ട്. ഞാൻ മുളകൊക്കെ നട്ടിട്ടുണ്ട്. അപ്പം ഞാൻ മുളക് പറിക്കാൻ പോയതാണ്. ദേ എൻ്റെ കറിവേപ്പ് ഇത്രയായിട്ടോ. ഞാൻ അതിന് കഞ്ഞിവെള്ളമൊക്കെ പുളിപ്പിച്ച് വയ്ക്കണോണ്ടാണെന്ന് ഇപ്പോൾ ഒരുവിധം നല്ലോണം വലുതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അമ്മൂസ് മുളക് പറിച്ച് തരാമെന്ന് പറഞ്ഞ് വന്നേക്കുക. അമ്മ ഇപ്പോൾ അമ്മുവിന് മൂത്ത മുളകും കക്കുമുളകും ഏതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അമ്മ ഇങ്ങനെ എല്ലാം നോക്കി നോക്കി നടക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് മെറ്റയിലുണ്ടാവും വലിയ മുളക്. അപ്പം അമ്മ നോക്കുമോ വലിയ മുളക് ഏതാണെന്ന് നോക്കി എനിക്ക് പറിച്ച് തരുന്നുണ്ട്. മഴയൊക്കെ പെയ്തുകൊണ്ടാട്ടോ. റോസൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. മുളകും നല്ലോണം ആയിട്ടുണ്ട്. മിക്ക മുളകിലും മുളകുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇത്രയും മുളക് നമ്മൾ എടുത്തുള്ളൂ. നമുക്ക് ഇതിൽ കറിയിലിടാൻ മാത്രം മതിയല്ലോ. അപ്പം ഞാനിതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ്, കനം കുറവായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ വേഗം നമുക്ക് വറുത്തെടുക്കാം. കനം കൂടി കഴിഞ്ഞാൽ വറുക്കാൻ ബുദ്ധിമുട്ടാലോ. അപ്പം ഞാനെല്ലാം കുഞ്ഞു കുഞ്ഞതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വറുക്കുവാണ്. ഇനി ഇത് വറുത്ത് കഴിഞ്ഞാൽ കടുകും പൊട്ടിച്ച് കഴിഞ്ഞാൽ പണി കഴിയും. തേങ്ങ അരച്ചിട്ടില്ല കേട്ടോ, തേങ്ങ അരച്ചിരുന്നു. അപ്പം ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരണ്ടിയിൽ കുറച്ച് കടുകും കൂടി ഇട്ട് അരക്കണം. നമ്മൾ പച്ചടി വെക്കാൻ നേരത്തെ അങ്ങനെയാണ്. അപ്പം ഞാൻ വേഗം തേങ്ങ ചിരണ്ടിയിൽ കുറച്ച് കടുകും കൂടി ഇട്ട് അരച്ച്, പിന്നെ ഞാനിതെല്ലാം കൂടി ഇനി അതിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി വേറെ പണിയൊന്നുമില്ല. ഇനി ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കടുക് പൊട്ടിക്കുക, കറി താളിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ, തീർന്ന്. ഞാൻ എപ്പോഴും ഇങ്ങനെ കേട്ടോ പച്ചടി വെക്കാറ്. ഇതാകുമ്പോൾ നമുക്ക് വേഗം വെക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ വേനലുള്ള സമയത്തൊക്കെ ഞാൻ പാവക്ക കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഉണക്കി സൂക്ഷിക്കും. അപ്പം നമുക്ക് ഇടയ്ക്ക് കൊണ്ടാട്ടമായിട്ടും യൂസ് ചെയ്യാം, പച്ചടിയും വെക്കാം. ഇതാകുമ്പോൾ എളുപ്പത്തിൽ കഴിയണ പണിയാണ്. മറ്റേതൊക്കെ ആകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. ഇവിടെയാണെങ്കിൽ പച്ചടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അമ്മൂസിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും പച്ചടി ഉണ്ടാക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.